ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളി ടേസ്റ്റിലൊരു മാങ്ങാക്കറി വെച്ചാലോ? ഞാൻ ദാ ഇവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് അതിൻ്റെ മാംസഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ മാങ്ങാണ്ടി ചേർക്കുന്നില്ല. മാങ്ങാണ്ടി ചേർത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പഴയ ആൾക്കാർ മാങ്ങാണ്ടിയും കൂടിയൊക്കെ ഇട്ടിട്ടാണ് മാങ്ങാക്കറി വയ്ക്കുന്നത്. അപ്പം എന്താ ഈ ഒരു വലുപ്പത്തിൽ വേണം മാങ്ങ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. എന്നാൽ ഒരുപാട് കനം കുറയാനും പാടില്ല. തിളച്ച് വേവുമ്പോൾ പൊടിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും പച്ചമുളകുമാണ്. അപ്പോൾ എരിക്ക് ആവശ്യത്തിന് ഞാനിവിടെ വെള്ള കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ കുറച്ച് ഒന്ന് അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് മുന്തി നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെടുക്കുന്ന മാങ്ങയുടെയും ആ ഒരു വലുപ്പം അനുസരിച്ചൊക്കെ ഇഞ്ചി എടുക്കാൻ ശ്രദ്ധിക്കണം. അതൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ ദാ ഇവിടെ വെള്ള കാന്താരി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല മുറ്റിയ കാന്താരി മുളകാണ്. അപ്പോൾ അതും ഒന്ന് നീളത്തിൽ കീറിയിട്ടിട്ടുണ്ട്. അതേപോലെ ഒരു മുറി സവാളയും കൂടി ഞാൻ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൽ സവാളയല്ല, ചുമന്ന ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പം ചുമന്നുള്ളി ആണെങ്കിൽ ഒരു 15 എണ്ണമെങ്കിലും എടുക്കണം. ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരുന്നതെല്ലാം ഒരു ചട്ടിയിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ ഉപ്പ് ഒരു ഏകദേശ കണക്കിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂണെങ്കിലും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ദാ ഇവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ആദ്യം ചേർത്ത് കൊടുത്ത് പിന്നെ പോരെന്ന് തോന്നിയിട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കാം. ഇതാ മാങ്ങ എല്ലാം ഒന്ന് വെന്ത് അതൊന്ന് താന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ചേർത്തത് 2-ാം പാലാണ്. ഒരു മുറി തേങ്ങയുടെ 2-ാം പാലാണ് ചേർത്തത്. അതായത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്ത 2-ാം പാൽ. 2-ാം പാൽ ചേർത്ത് ഈ കറി നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിൽ ആ ഒരു മുറി തേങ്ങയുടെ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധിക നേരം തിളപ്പിക്കണ്ട. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ് ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ എനിക്കിവിടെ പോരെന്ന് തോന്നി ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ കറി നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഇതൊന്ന് താളിച്ചും കൂടി ഒഴിക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് താളിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള നാടൻ കറിയിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് താളിച്ച് വെളിച്ചെണ്ണയിൽ തന്നെ കറി റെഡിയാക്കി എടുക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ വരുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഉലുവയും കടുകും വറ്റൽമുളകും, ഞാനിവിടെ സവാള തന്നെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്താണ് താളിക്കുന്നത്. വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് ഒന്ന് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മാങ്ങാക്കറി വെച്ച് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.